Dear students, Artificial Intelligence course സീരീസിൽ ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക് അഥവാ പ്രെഡിക്കേറ്റ് ലോജിക് എന്ന ടോപ്പിക്കിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക് അഥവാ പ്രെഡിക്കേറ്റ് കാൽക്കുലസിലെ ഇൻഫറൻസ് റൂൾസും ക്ലോസൽ ഫോമിലേക്കുള്ള കൺവെർഷനും അതുപോലെ റെസൊല്യൂഷൻ മെത്തേഡ്സുമാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഇൻഫറൻസ് റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊപ്പോസിഷണൽ കാൽക്കുലസിലെ ഇൻഫറൻസ് റൂൾസ് നമ്മൾ കണ്ടിരുന്നു. മോഡസ് പോണൻസും മോഡസ് ടോളൻസും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ പ്രെഡിക്കേറ്റ് കാൽക്കുലസിൽ വരുന്ന പ്രധാനപ്പെട്ട ഇൻഫറൻസ് റൂൾസിൽ ആദ്യത്തേത് യൂണിവേഴ്സൽ ഇൻസ്റ്റാൻസിയേഷനാണ്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം പ്രെഡിക്കേറ്റ് കാൽക്കുലസിൽ ക്വാണ്ടിഫയേഴ്സിൻ്റെ ഉപയോഗം നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് പി എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാവുന്നത് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് പി എക്സ് ആയതുകൊണ്ട് നമുക്ക് ഏതൊരു കോൺസ്റ്റൻറ്റ്, ആ ഡൊമൈനിൽ വരുന്ന ഏതൊരു കോൺസ്റ്റൻറ്റിനും ഇത് ആപ്ലിക്കബിൾ ആയിരിക്കും. ഈ പ്രെഡിക്കേറ്റ് ആപ്ലിക്കബിൾ ആണ് എന്നാണ് എൻ്റെ അർത്ഥം. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഡൊമൈനിൽ വരുന്ന എക്സിന് പകരം വരാവുന്ന ഏതൊരു എലമെൻറ്റിനെയും കൊണ്ട് റീപ്ലേസ് ചെയ്താലും ഈ പ്രെഡിക്കേറ്റ് അവിടെ ആപ്ലിക്കബിൾ ആയിരിക്കും, അത് ട്രൂ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓൾ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് അണ്ടർസ്റ്റാൻഡ് ലോജിക്, ഇതൊരു പ്രമിസാണ്. ജോൺ ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്, ഇത് മറ്റൊരു പ്രമിസാണ്. ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നത് എന്താണ്? ജോൺ അണ്ടർസ്റ്റാൻഡ്സ് ലോജിക് എന്നൊരു കൺക്ലൂഷൻ നമുക്കിവിടെ നിന്ന് എത്താം. നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പ്രെഡിക്കേറ്റ് കാൽക്കുലസിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പി എക്സ് എന്ന് പറയുന്നൊരു പ്രെഡിക്കേറ്റ് ഡിഫൈൻ ചെയ്യാം. എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് എന്നാണ് പി എക്സിൻ്റെ അർത്ഥം. യു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് അണ്ടർസ്റ്റാൻഡ്സ് ലോജിക് എന്നാണ്. അപ്പോൾ നമുക്ക് ഓൾ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് അണ്ടർസ്റ്റാൻഡ് ലോജിക് എന്നുള്ളത് അർത്ഥത്തിൽ നമുക്ക് പ്രെഡിക്കേറ്റ് കാൽക്കുലസിൽ എങ്ങനെ എഴുതാം? ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് പി എക്സ് ഇംപ്ലൈസ് യു എക്സ്. എക്സ് എന്ന് പറയുന്ന കുട്ടി ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ കുട്ടി ലോജിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തത് ജോൺ ഈസ് എ സ്റ്റുഡൻറ്റ്. പി ജോൺ എന്ന് പറഞ്ഞാൽ ജോൺ ഈസ് എ സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ് എന്നാണ്. മോഡസ് പോണൻസ് നമ്മൾ പഠിച്ചതാണ്. പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് പി, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും നമുക്ക് ക്യൂ ഇൻഫർ ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ നമുക്ക് മോഡസ് പോണൻസ് റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് പി എക്സ് ഇംപ്ലൈസ് യു എക്സ്. അതുപോലെ തന്നെ പി ജോൺ എന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് യു ജോൺ എന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ജോൺ അണ്ടർസ്റ്റാൻഡ്സ് ലോജിക് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഇൻസ്റ്റാൻസിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് യൂണിവേഴ്സൽ ജനറലൈസേഷൻ. നേരത്തെ നമ്മൾ യൂണിവേഴ്സൽ ഇൻസ്റ്റാൻസിയേഷൻ്റെ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാര്യമാണ് യൂണിവേഴ്സൽ ജനറലൈസേഷൻ. ഇവിടെ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് ഈ പ്രെഡിക്കേറ്റ് ആപ്ലിക്കബിൾ ആണെങ്കിൽ നമുക്കവിടെ ജനറലൈസ് ചെയ്യാമെങ്കിൽ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് പി എക്സ് എന്ന് ഇൻഫർ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇഫ് പി വിച്ച് ഇസ് എ പ്രെഡിക്കേറ്റ് ഈസ് ട്രൂ ഫോർ ആൻ എലമെൻറ്റ് ഇൻ ദ യൂണിവേഴ്സ് ദെൻ വി ക്യാൻ കൺക്ലൂഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് പി എക്സ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എല്ലാ എലമെൻറ്റുകൾക്കും ആപ്ലിക്കബിൾ ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ഒരു ഇൻഫറൻസ് റൂളാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻസ്റ്റാൻസിയേഷൻ. അവിടെ ദെയർ എക്സിസ്റ്റ് പി എക്സ് എന്ന് പറയുന്ന ഒരു ജനറൽ ക്വാണ്ടിഫൈഡ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനത് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിന് ഈ പ്രെഡിക്കേറ്റ് ആപ്ലിക്കബിൾ ആണ് എന്ന് നമുക്ക് പറയാം. ഇഫ് അതിൻ്റെ അർത്ഥം ഇതിങ്ങനെ പറയാം, ഇഫ് പി ഹോൾഡ്സ് ഫോർ സം എലമെൻറ്റ് ഇൻ ദ യൂണിവേഴ്സ് then a name can be given to that element such as C for P is true. അപ്പോൾ സി എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് നമുക്ക് ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ പ്രെഡിക്കേറ്റ് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന് ട്രൂ ആയിരിക്കും എന്നാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻസ്റ്റാൻസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എക്സിസ്റ്റൻഷ്യൽ ജനറലൈസേഷനാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ നേരെ തിരിച്ച് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഒരു പ്രെഡിക്കേറ്റ് സി എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് ആപ്ലിക്കബിൾ ആണെങ്കിൽ അതിനെ നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ കൊണ്ട് അത് നമുക്ക് ആ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വേരിയബിൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റാം. പി ഓഫ് സി എന്ന് പറയുന്ന പ്രെഡിക്കേറ്റിൽ നിന്ന് നമുക്ക് ദെയർ എക്സിസ്റ്റ് എക്സ് പി എക്സ് എന്ന് ഇൻഫർ ചെയ്യാം. അല്ലെങ്കിൽ പി ഇഫ് പി ഈസ് ട്രൂ ഫോർ സം എലമെൻറ്റ് ഇൻ ദ യൂണിവേഴ്സ് ദെൻ ദെയർ എക്സിസ്റ്റ് എക്സ് പി എക്സ് ഈസ് ഓൾസോ ട്രൂ.
ഇങ്ങനെ നമുക്ക് 4 പ്രധാനപ്പെട്ട ഇൻഫറൻസ് റൂൾസാണ് ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് കാൽക്കുലസിലുള്ളത്. അടുത്തതായിട്ട് നമുക്ക് റെസൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. നമുക്കറിയാവുന്ന പോലെ ഇൻഫറൻസ് നടത്തുന്ന എങ്കിൽ നമുക്ക് കുറേയധികം പ്രെമിസസ് ഉണ്ട്. അതിൽ നിന്നൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫറൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് റെസൊല്യൂഷൻ, അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റെസൊല്യൂഷൻ എന്ന് പറയാം. പ്രൊപ്പോസിഷണൽ കാൽക്കുലസിൽ നമ്മൾ റെസൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചിരുന്നു. അവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകളെ എല്ലാം തന്നെ ക്ലോസൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് ക്ലോസൽ ഫോം? അവിടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ക്ലോസ് എന്ന് പറയുന്നത് ഡിസ്ജങ്ഷൻ ഓഫ് ലിറ്ററൽസിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുക. ഇനി ഗ്രൗണ്ട് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ വേരിയബിൾസ് ഇല്ലാതെ കോൺസ്റ്റൻസ് മാത്രം വരുന്ന ഒരു സെൻറ്റൻസിനെ അല്ലെങ്കിൽ ഒരു ക്ലോസൽ ഫോമിനെയാണ് നമ്മൾ ഗ്രൗണ്ട് ക്ലോസ് എന്ന് വിളിക്കുക. ഇവിടെയും പ്രൊപ്പോസിഷണൽ കാൽക്കുലസിൽ കണ്ടതുപോലെ തന്നെ പ്രെഡിക്കേറ്റ് കാൽക്കുലസിലും ഇൻഫറൻസ് നടത്തണം അല്ലെങ്കിൽ കൺക്ലൂഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ക്ലോസൽ ഫോംസിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രീനെക്സ് നോർമൽ ഫോം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം നോർമൽ ഫോം, പ്രെഡിക്കേറ്റ് കാൽക്കുലസിൽ ഉപയോഗിക്കുന്ന നോർമൽ ഫോമിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെയും കൂടെ ഉപയോഗം നമ്മൾ ഇവിടെ ഈ ക്ലോസൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിനെ പ്രെഡിക്കേറ്റ് കാൽക്കുലസിലെ ക്വാണ്ടിഫയേഴ്സ് ഉള്ള ഒരു സെൻറ്റൻസിനെ നമുക്ക് ക്ലോസൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. പല സ്റ്റെപ്സ് വഴിയായിട്ടാണ് അതിനെ ക്ലോസൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇതിലെ പലതും നമ്മൾ ഓൾറെഡി പ്രൊപ്പോസിഷണൽ കാൽക്കുലസിലും അതുപോലെ തന്നെ പ്രീനെക്സ് നോർമൽ ഫോമിലേക്കുള്ള കൺവേർഷനിലും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കാതെ അതിൻ്റെ പേരുകൾ മാത്രം പറഞ്ഞു പോകുന്നു. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ക്ലോസൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് എലിമിനേഷൻ ഓഫ് ഇംപ്ലിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ കണ്ടീഷണൽസ് ആണ്. ബൈ കണ്ടീഷണലുണ്ട്, അതുപോലെ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് അങ്ങനെയുള്ള ആ ഇംപ്ലൈസും അതുപോലെ തന്നെ ഇഫ് ആൻഡ് ഓൺലി ഇഫും ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ പ്രീനെക്സ് നോർമൽ ഫോം ചെയ്തപ്പോഴും അത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്തത്. രണ്ടാമത്തത് നെഗേഷൻസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും നെഗേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം റിമൂവ് ചെയ്യുക. അതിൻ്റെ ഇക്വലൻ്റ് ലോജിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. മൂന്നാമത്തതായിട്ട് വേരിയബിൾസ് റീനെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കേസുകളിലെങ്കിലും ചില സെൻറ്റൻസുകളിലൊക്കെ പലപ്പോഴും ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് ഒരേ വേരിയബിൾ ആവർത്തിക്കാറുണ്ട് വ്യത്യസ്ത ക്വാണ്ടിഫയേഴ്സിന്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഓരോ ക്വാണ്ടിഫയറിനും ഓരോ വേരിയബിൾ കൊടുത്ത് വേരിയബിളുകളെ സെപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് അടുത്ത സ്റ്റെപ്പിൽ കാണേണ്ടത്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. റീനെയിമിംഗ് ഓഫ് വേരിയബിൾസ് പ്രെഡിക്കേറ്റ് കാൽക്കുലസിലെ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ് റിമൂവലാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്കോളമൈസേഷൻ എന്നാണ്. എവിടെയെങ്കിലും ആ ഒരു വെൽ ഫോംഡ് ഫോമുലയിൽ അല്ലെങ്കിൽ ആ സെൻറ്റൻസിൽ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ് ഉണ്ടെങ്കിൽ ആ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഈ സ്കോളമൈസേഷൻ എന്ന പ്രൊസീജിയറിലൂടെ നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ് ഉണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ്. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ നമുക്കറിയാം, ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണെങ്കിലും യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണെങ്കിലും അത് അപ്പിയർ ചെയ്യുന്ന റിലേറ്റീവ് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. ആദ്യം എക്സിസ്റ്റൻഷ്യലാണോ രണ്ടാമതാണോ എക്സിസ്റ്റൻഷ്യൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഈ സ്കോളമൈസേഷൻ 2 ഡിഫറെൻറ്റ് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു രീതിയാണ്. ഏറ്റവും ആദ്യമാണ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എങ്കിൽ, ഇവിടെ ഏറ്റവും ആദ്യമാണ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ വരുന്നതെങ്കിൽ അവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ റിമൂവ് ചെയ്യാം. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിളിന് പകരം ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതിയാവും. ഇത് ആദ്യം എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ വരുന്ന സിറ്റുവേഷനിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ചെയ്യേണ്ട രീതി ഒന്നുകൂടെ ആവർത്തിക്കുന്നു. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഏത് വേരിയബിളിനെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിൻ്റെ സ്കോപ്പിൽ വരുന്ന എല്ലായിടത്തും ആ വേരിയബിളിന് പകരം ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്തതിന് ശേഷം എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിനെ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം. ഉദാഹരണമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നു. There exists u for all values of v and for all values of x p f of u ഒരു ഫംഗ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പി എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് ആണ്,
പ്രെഡിക്കേറ്റിൻ്റെ ആർഗ്യുമെൻറ്റിൽ വരുന്നത് 3 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്, 2 വേരിയബിൾസ് ഉണ്ട്. ഇംപ്ലൈസ് ക്യൂ യു ആൻഡ് വി, യു കോമ വി. ഇവിടെയും ക്യൂ എന്ന് പറയുന്ന മറ്റൊരു പ്രെഡിക്കേറ്റാണ്. ക്യൂ എന്ന് പറയുന്ന പ്രെഡിക്കേറ്റിന് 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, യു ആൻഡ് വി. ഇവിടെ ഒരു പ്രിഫിക്സ് ഉണ്ട്, ആ പ്രിഫിക്സിൽ 3 ക്വാണ്ടിഫയേഴ്സ് ഉണ്ട്. ഈ 3 ക്വാണ്ടിഫയേഴ്സിൽ ആദ്യത്തത് എക്സിസ്റ്റൻഷ്യലും രണ്ടാമത്തതും മൂന്നാമത്തതും യൂണിവേഴ്സലുമാണ്. ഇവിടെ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു പ്രിഫിക്സിൻ്റെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഈ പ്രിഫിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ മെട്രിക്സിന് മുഴുവനും ബാധകമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പ്രൊസീജിയർ അനുസരിച്ച് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതിയാവും. ഇവിടെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിൾ യു ആണ്. യു ഈ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ യു ഈ മെട്രിക്സിൽ വരുന്നത് രണ്ടിടത്താണ്. ഇവിടെ പി എന്ന് പറയുന്ന പ്രെഡിക്കേറ്റിൻ്റെ ആർഗ്യുമെൻറ്റിൽ എഫ് ഓഫ് യു, ഒരു ഫംഗ്ഷൻ ഓഫ് യു എന്ന് പറയുന്ന വരുന്നുണ്ട്. രണ്ടാമത് ക്യൂ എന്ന് പറയുന്ന പ്രെഡിക്കേറ്റിൻ്റെ ആർഗ്യുമെൻറ്റിൽ യു വരുന്നുണ്ട്. അപ്പോൾ ഈ 2 യു വരുന്ന സ്ഥലത്ത് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻറ്റ് എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റാണ്. യു ഈസ് റീപ്ലേസ്ഡ് വിത്ത് എ. യുവിന് പകരം എ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ ആ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ റിമൂവ് ചെയ്തതിന് ശേഷം ഫോർ ഓൾ വാല്യൂസ് ഓഫ് വി, ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്, പി എഫ് ഓഫ് എ, യുവിന് പകരം എ. ദെൻ ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ്. വി കോമ എക്സ് ആർഗ്യുമെൻറ്റ്സിന് ഒന്നും മാറ്റമില്ല. ഇംപ്ലൈസ് ക്യൂ, ഇവിടെ യു ആണ് വന്നിരിക്കുന്നത്, യുവിന് പകരം എ കൊടുക്കുക, ക്യൂ എ വി. ഇങ്ങനെ നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിനെ റിമൂവ് ചെയ്യുകയും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്ന വേരിയബിളിനെ പകരം ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് വേറെ എങ്ങും ആവർത്തിക്കപ്പെടാത്ത, ആ ഫംഗ്ഷനിൽ ഒരിക്കലും വേറെ ഒരിടത്തും ആവർത്തിച്ചിട്ടില്ലാത്ത ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ്, രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിൻ്റെ സ്ഥാനം യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിൻ്റെ ശേഷമാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന രീതി മറ്റൊന്നാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് കോൺസ്റ്റൻ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, പകരം ആ കോൺസ്റ്റൻറ്റിൻ്റെ സ്ഥലത്ത് നമ്മളൊരു ഫംഗ്ഷൻ കൊണ്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ആ ഫംഗ്ഷൻ എന്തിൻ്റേതാണെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അത് നോക്കാം. നമ്മൾ ആ ഒരു ഫംഗ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച പോലെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിൻ്റെ സ്ഥാനം യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിൻ്റെ സ്ഥലത്തിന് ശേഷമാണ്, രണ്ടാമതാണ് അല്ലെങ്കിൽ മൂന്നാമതൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ കവർ ചെയ്യുന്ന വേരിയബിളിന് പകരം ഒരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കണം. ആ ഫംഗ്ഷൻ്റെ പ്രത്യേകത, ആ ഫംഗ്ഷൻ അതിന് മുമ്പ് വരുന്ന യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിൾസിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. അതായത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിളിന് പകരം എവിടെയൊക്കെ വരുന്നുണ്ടോ, മെട്രിക്സിൽ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ ആ വേരിയബിളിന് പകരം ഒരു ഫംഗ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. പക്ഷേ ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിൻ്റെ മുൻപുള്ള യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിൾസിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു. ഫോർ ഓൾ വാല്യൂസ് ഓഫ് വി, ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ദെയർ എക്സിസ്റ്റ് വൈ, പി വി എക്സ് വൈ ഇംപ്ലൈസ് ക്യൂ വി വൈ. ഇവിടെ 3 വേരിയബിൾസ് ആണുള്ളത്, 3 ക്വാണ്ടിഫയേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ 2 യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും മൂന്നാമത്തേത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറുമാണ്. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്കോളമൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിൻ്റെ സ്ഥാനം 2 യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ സ്കോളമൈസേഷൻ പ്രൊസീജിയർ അനുസരിച്ച് ഈ y എന്ന് പറയുന്ന വേരിയബിൾ, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിൾ y ആണ്. ആ y എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ 2 ഇടത്ത് ആവർത്തിച്ചിട്ടുണ്ട്. ഈ 2 ഇടത്തും നമ്മളൊരു ഫംഗ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. പക്ഷേ ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ ഈ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിന് മുൻപ് വരുന്ന 2 യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിൻ്റെ വേരിയബിൾസ് ആയിരിക്കണം ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്. എന്നതിന് ശേഷം നമുക്ക് ഈ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിനെ റിമൂവ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ സ്കോളമൈസേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ആൻസർ ഇതാണ്. ഇവിടെ ഫോർ ഓൾ വാല്യൂസ് ഓഫ് വി, ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്, അത് രണ്ടും മാറ്റമില്ലാതെ അതുപോലെ തന്നെ എഴുതുക. ദെയർ എക്സിസ്റ്റ് വൈ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം y എവിടെയൊക്കെ കാണുന്നുണ്ടോ, ഇവിടെ പിയുടെ ആർഗ്യുമെൻറ്റിൽ y ഉണ്ട്. ഈ yക്ക് പകരമായിട്ട് നമ്മളൊരു ഫംഗ്ഷൻ g ഓഫ് എ ഫംഗ്ഷൻ, നമ്മൾ എ ഫംഗ്ഷൻ ഓഫ് എന്നുള്ളതിന് g എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്, g കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. പക്ഷേ ജിയുടെ ആർഗ്യുമെൻറ്റ് എന്തായിരിക്കണം? ജിയുടെ ആർഗ്യുമെൻറ്റ് ഈ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിന് മുൻപ് വരുന്ന യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സിൻ്റെ വേരിയബിൾസ് ആയിരിക്കണം. സോ ജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് വി ആൻഡ് എക്സ്.
ഇവിടെ ആദ്യത്തെ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിൻ്റെ വേരിയബിൾ വിയും രണ്ടാമത്തെ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിൻ്റെ വേരിയബിൾ എക്സും ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ ജിയുടെ ആർഗ്യുമെൻറ്റ്സ് വി ആൻഡ് എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് വി ആൻഡ് എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്ന പ്രെഡിക്കേറ്റിനകത്തും വിയും അതുകൂടാതെ തന്നെ ആർഗ്യുമെൻറ്റിൽ വൈയും ഉണ്ട്. ഇവിടെയും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേരിയബിൾ വൈ ആയ സ്ഥിതിക്ക് ആ വൈയിനെയും നമ്മൾ സെയിം ഫംഗ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജി എ ഫംഗ്ഷൻ ഓഫ് വി ആൻഡ് എക്സ്. ഇത്തരത്തിൽ നമുക്ക് ഈ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ സ്കോളമൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിന് മുൻപ് എത്ര യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ വന്നാലും അത്രയും യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിൻ്റെയും വേരിയബിൾസ് ആയിരിക്കണം ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് വരേണ്ടത്, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ അത്രയും വേരിയബിൾസിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പ്രൊസീജിയറിനെയാണ് സ്കോളമൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ക്ലോസൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ സ്കോളമൈസേഷൻ റൂൾസ് ഉപയോഗിക്കാം. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർഷൻ ഇൻറ്റു പ്രിനെക്സ് നോർമൽ ഫോമാണ്. പ്രിനെക്സ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ച പോലെ ആദ്യ ഭാഗത്ത് പ്രിഫിക്സിൽ എല്ലാ ക്വാണ്ടിഫയേഴ്സ് വരികയും പിന്നീട് വരുന്ന മെട്രിക്സിൽ ക്വാണ്ടിഫയേഴ്സ് ഒന്നും ഇല്ലാതെ വരികയും ചെയ്യുന്ന ഒരു ഫോമിനെയാണ് നമ്മൾ പ്രീനെക്സ് നോർമൽ ഫോം എന്ന് പറയുക. അപ്പോൾ പ്രീനെക്സ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ആ മെട്രിക്സിനെ നമ്മൾ CNFിലേക്ക് ഇടുക, അതായത് കൺജങ്ക്റ്റീവ് നോർമൽ ഫോമിലേക്ക് ഇടുക. കൺജങ്ക്റ്റീവ് നോർമൽ ഫോമിലേക്ക് മാറ്റാനായിട്ട് നമുക്കറിയാം, ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ കൺജങ്ക്റ്റീവ് നോർമൽ ഫോമിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. കൺജങ്ക്റ്റീവ് നോർമൽ ഫോമും ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോമും എന്തൊക്കെയാണെന്നുള്ളത് പ്രൊപ്പോസിഷണൽ കാൽക്കുലസിൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ജോയിൻഡ് ബൈ ആൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറയുക. ഇനി ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലിമിനേറ്റ് ഓൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സിൻ്റെ മാത്രം വേരിയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഏതൊരു വേരിയബിളും വരുന്നത് അത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേരിയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഏതൊരു എലമെൻറ്റിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള വേരിയബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം എട്ടാമതായിട്ട് റിമൂവ് കൺജങ്ഷൻസ് കാണും, കാരണം കൺജങ്ക്റ്റീവ് നോർമൽ ഫോമിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. കൺജങ്ഷൻസ് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് എവിടെയൊക്കെ ആൻഡ് വരുന്നോ ആ ആൻഡ് വരുന്നതിനെ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പ്രത്യേകം സെൻറ്റൻസുകളായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ റിമൂവിങ് കൺജങ്ഷൻ എന്ന് പറയുക. ആൻഡ് ഓപ്പറേഷൻസ് വരുന്നിടത്ത് ഒക്കെ തന്നെ നമുക്ക് സെപ്പറേറ്റ് സെൻറ്റൻസുകളാക്കി എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം 8 സ്റ്റെപ്സിലൂടെ നമുക്ക് ക്ലോസൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ക്ലോസൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇത് പ്രെഡിക്കേറ്റ് കാൽക്കുലസിൽ ക്വാണ്ടിഫയേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൻ്റെ മീനിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇത് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ദെയർ എക്സിസ്റ്റ് എക്സ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് വൈ, പിന്നീട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഫോർ ഓൾ വാല്യൂസ് ഓഫ് ഇസഡ് പ്രെഡിക്കേറ്റ് ആണ് പി. പ്രെഡിക്കേറ്റിൻ്റെ ആർഗ്യുമെൻറ്റ്സ് 3 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഒരു ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ ഓഫ് എക്സ്, വൈ, ഇസഡ്. 3 ആർഗ്യുമെൻറ്റ്സ്. എക്സ് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സും വൈയും ഇസഡുമാണ് പ്രെഡിക്കേറ്റിൻ്റെ, പി എന്ന് പറയുന്ന പ്രെഡിക്കേറ്റിൻ്റെ ആർഗ്യുമെൻറ്റ്സ്. വിച്ച് ഇംപ്ലൈസ് ദെയർ എക്സിസ്റ്റ് യു, ക്യൂ, എക്സ്, യു ആൻഡ് ദെയർ എക്സിസ്റ്റ് വി, ആർ, വൈ, വി. ഇവിടെ ആറും ക്യൂവും 2 വ്യത്യസ്ത പ്രെഡിക്കേറ്റുകളാണ്. ഓരോ പ്രെഡിക്കേറ്റുകൾക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസും ഉണ്ട്. ഇവിടെ ഒരു ആൻഡ് ഓപ്പറേഷൻ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഓരോരോ സ്റ്റെപ്സായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 8 സ്റ്റെപ്പുകൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് റിമൂവിങ് കണ്ടീഷണൽസ് ആണ്. ഇവിടെ ഒരു കണ്ടീഷണൽ ആകെ ഉള്ളത് ഇംപ്ലൈസ് ആണ്. ഇംപ്ലൈസ് മാറ്റാനായിട്ടുള്ള റൂള് നമുക്കറിയാം. പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ഇക്വലൻ്റ് റൂൾ എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇംപ്ലിക്കേഷൻ മാറ്റാനായിട്ട്, ഈ ഇംപ്ലിക്കേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തിനും ഈ ഒരു ഭാഗത്തിനുമാണ്. ഇംപ്ലിക്കേഷൻ വരുന്നത് ഈ ഫോർ ഓൾ വാല്യൂസ് ഓഫ് ഇസഡ് പി എന്ന് പറയുന്ന പ്രെഡിക്കേറ്റിനും അതുപോലെ തന്നെ ഈ ക്യൂവിൻ്റെയും ആറിൻ്റെയും ആൻഡ് ഓപ്പറേഷനുമാണ് ഇംപ്ലിക്കേഷൻ വരുന്നത്.
അപ്പോൾ നമുക്ക് ആദ്യത്തെ പി ഇംപ്ലൈസ് ക്യൂ എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് പി എന്നും ഇതിനെ നമുക്ക് ക്യൂ എന്നും വിളിക്കാം. അങ്ങനെയാണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ഇക്വലൻറ്റ് റൂൾ എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തെ നെഗേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നെഗേഷൻ ഓഫ് ഈ ഒരു ഭാഗം, അതായത് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ഇസഡ് പി എഫ് എക്സ് വൈ ഇസഡ്, പിന്നീട് ഇംപ്ലിക്കേഷൻ വരെ ഓർ വന്നിട്ട് ഓർ പിന്നെ രണ്ടാമത്തെ ഭാഗം ഇതതുപോലെ ആവർത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് റിമൂവിങ് നെഗേഷൻ. ഇവിടെ നമുക്ക് നെഗേഷൻ ആകെ ഒരിടത്തേ ഉള്ളൂ, ഇവിടെ ഒരു നെഗേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നെഗേഷൻ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നെഗേഷൻ റിമൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇക്വലൻറ്റ് ഫോം കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ഫോർ ഓൾ വാല്യൂസ് ഓഫ് ഇസഡ് പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഒരു ലിറ്ററലാണെങ്കിൽ അതിൻ്റെ നമുക്ക് നെഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദെയർ എക്സിസ്റ്റ് ഇസഡ് എന്നാവും. ഫോർ ഓൾ വാല്യൂസ് ഓഫ് ഇസഡിനെ നെഗേറ്റ് ചെയ്യുമ്പോൾ ദെയർ എക്സിസ്റ്റ് ഇസഡ് പിന്നെ നെഗേഷൻ ഓഫ് പി ആണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ നെഗേഷൻ റൂൾ അപ്ലൈ ചെയ്തു. ഇത് സെക്കൻഡ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു റൂളാണ്. അപ്പോൾ അവിടെ ഈ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നെഗേഷൻ ഓഫ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ഇസഡ് പി എന്നുള്ളതിന് പകരമായിട്ട് ദെയർ എക്സിസ്റ്റ് ഇസഡ് നെഗേഷൻ ഓഫ് പി എന്ന് എഴുതാം. ഓർ രണ്ടാമത്തത് അതുപോലെ തന്നെ എഴുതുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ചേഞ്ചിങ് വേരിയബിൾസ് ഇഫ് വേരിയബിൾസ് ആർ റിപ്പീറ്റഡ്. ഇവിടെ ഈ ഒരു കേസിൽ ഇവിടെ വേരിയബിൾസ് ഒന്നും തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല, എല്ലാത്തിലും ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ്. ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്, ഫോർ ഓൾ വാല്യൂസ് ഓഫ് വൈ, ദെയർ എക്സിസ്റ്റ് ഇസഡ്, ദെയർ എക്സിസ്റ്റ് യു, ദെയർ എക്സിസ്റ്റ് വി, എല്ലാത്തിലും വ്യത്യസ്ത വേരിയബിളാണ്. ഓരോ ക്വാണ്ടിഫയറിലും വ്യത്യസ്ത വേരിയബിളാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ആ ഒരു സ്റ്റെപ്പ് ആവശ്യമില്ല. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് തൊട്ട് മുമ്പുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് സ്റ്റെപ്പ് നമ്പർ 4 പോവാം. റിമൂവിങ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എവിടെയൊക്കെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഉണ്ടോ അതൊക്കെ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് സ്കോളമൈസേഷൻ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്. ഇത് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിലും അതിനെ എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാം. അതിന് മുമ്പായിട്ട് നമുക്ക് നോക്കാം എത്ര എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഉണ്ട് എന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് 4 എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ് കാണാം. ഇവിടെ ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആദ്യ ഭാഗത്ത് ഫസ്റ്റ് ക്വാണ്ടിഫയർ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണ്. പിന്നീട് ഒരു യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ഉണ്ട്. അതിനുശേഷം വീണ്ടും ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഉണ്ട്. മറ്റൊരു എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഇവിടെയുണ്ട്, മറ്റൊന്ന് ഇവിടെയുണ്ട്. ഇവിടെ ഈ 4 ക്വാണ്ടിഫയേഴ്സിലെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ് 4 എണ്ണത്തിലെ ആദ്യത്തെ തന്നെ നമുക്ക് സ്കോളമൈസേഷൻ റൂളിലെ ഒന്നാമത്തെ റൂൾ അപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ റൂൾ പ്രകാരം ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ ക്വാണ്ടിഫയർ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണെങ്കിൽ ആ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിളിന് പകരം ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വാണ്ടിഫയർ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എക്സ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിൾ. അപ്പോൾ ഇവിടെ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഇവിടെ എക്സിന് പകരം എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എ എന്ന് പറയുന്ന വേരിയബിൾ എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ബാക്കി കാര്യങ്ങൾ നോക്കണ്ട, ഈ എക്സ് വരുന്ന സ്ഥലങ്ങൾ മാത്രം നോക്കിയാൽ മതിയാവും. ഈ പി എന്ന് പറയുന്ന പ്രെഡിക്കേറ്റിൻ്റെ ആർഗ്യുമെൻറ്റിൽ എക്സ് വരുന്നുണ്ട്, ഫംഗ്ഷൻ ഓഫ് എക്സ് ഉണ്ട്, അവിടെ ഫംഗ്ഷൻ ഓഫ് എ ആയി. പിന്നീട് ക്യൂ എന്ന് പറയുന്ന പ്രെഡിക്കേറ്റിൻ്റെ ആർഗ്യുമെൻറ്റിൽ എക്സ് ഉണ്ട്, അവിടെ എക്സിന് വരെ എ കൊടുത്തു. അപ്പോൾ വേറെ എങ്ങും എക്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് നമുക്കിവിടെ നിർത്താം. ഇനി നമുക്ക് വരുന്നത് ഇവിടെ ഒരു ക്വാണ്ടിഫയർ ഉണ്ട്, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഉണ്ട്. അത് ഇസഡ് എന്ന് പറയുന്ന വേരിയബിളാണ്. ഈ ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇസഡിന് പകരമായിട്ട് നമുക്ക് സ്കോളമൈസേഷൻ റൂളിലെ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം ഈ ക്വാണ്ടിഫയർ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിൻ്റെ മുൻപ് ഒരു യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിൻ്റെ വേരിയബിൾ വൈ ആണ്. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് മെത്തേഡ് ഓഫ് സ്കോളമൈസേഷൻ അനുസരിച്ച് ഇസഡിന് പകരം ഒരു ഫംഗ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ആ ഫംഗ്ഷൻ്റെ വേരിയബിൾ എന്ന് പറയുന്ന വൈ ആയിരിക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിൻ്റെ വേരിയബിൾ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഇസഡിന് പകരം നമ്മളൊരു ഫംഗ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഫംഗ്ഷനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത്, ഇവിടെ ഓൾറെഡി എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ കൊടുത്തേക്കുന്നുണ്ട്, ജി എന്നൊരു ഫംഗ്ഷനാണ് കൊടുക്കുക. ജി വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൈ. വൈ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിൻ്റെ വേരിയബിളാണ്. അപ്പോൾ ഇവിടെ ഇസഡിന് പകരം നമ്മളിവിടെ ജി വൈ എന്ന് കൊടുത്ത് ഈ
എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിനെ റിമൂവ് ചെയ്തു. അപ്പോൾ അതിവിടെ കാണത്തില്ല, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഇവിടെ കാണത്തില്ല. ഈ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ഓൾറെഡി നമ്മൾ റിമൂവ് ചെയ്തു, കോൺസ്റ്റൻറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് അതിനെ റിമൂവ് ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ രീതിക്ക് ഈ ക്വാണ്ടിഫയറിനെ റിമൂവ് ചെയ്തു. ഇനി ഇതേ പ്രൊസീജിയർ അനുസരിച്ച് ഈ മൂന്നാമത്തെ ക്വാണ്ടിഫയറിനെ റിമൂവ് ചെയ്യാം, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെയും നമുക്കറിയാം യു എന്ന് പറയുന്ന വേരിയബിൾ വരുന്നിടത്ത് നമുക്ക് ഈ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിന് മുൻപ് വരുന്ന യൂണിവേഴ്സൽ ക്വാണ്ടിഫയറായ അതിൻ്റെ വേരിയബിളായ വൈ കൊണ്ട്, വൈയുടെ ഒരു ഫംഗ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഒരു ഫംഗ്ഷൻ എച്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. എച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ. വീണ്ടും ഈ വൈ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കണം. നാലാമത്തെ ക്വാണ്ടിഫയർ, നാലാമത്തെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ റെപ്രസെൻ്റ് ചെയ്യുന്നത് വി എന്ന് പറയുന്ന വേരിയബിളാണ്. അവിടെ വി എന്ന് പറയുന്ന വേരിയബിളിന് പകരം വീണ്ടും നമ്മൾ ഒരു ഫംഗ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ആ ഫംഗ്ഷൻ്റെയും ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈയുടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊണ്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്, ഐ വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൈ. അങ്ങനെ ആ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ, വി റെപ്രസെൻ്റ് ചെയ്യുന്ന ആ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും റിമൂവ് ചെയ്തു. അത്തരത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആകുമ്പോഴേക്കും സ്കോളമൈസേഷൻ പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സിനെ ഒക്കെ തന്നെ റിമൂവ് ചെയ്തു. ഇപ്പോൾ ആകെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി മെട്രിക്സിൽ ക്വാണ്ടിഫയേഴ്സ് ഒന്നും തന്നെ കാണത്തില്ല. അപ്പോൾ ഇതാണ് പ്രീനെക്സ് നോർമൽ ഫോം എന്ന് പറയുക. സ്റ്റെപ്പ് 5 ഇത് തന്നെയാണ് കിട്ടുക. കാരണം പ്രീനെക്സ് നോർമൽ ഫോം തന്നെയാണ് ഇത്. കാരണം ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് ഭാഗങ്ങളിൽ ഒന്നാമത്തെ ഭാഗത്ത് പ്രീഫിക്സിൽ ക്വാണ്ടിഫയറും രണ്ടാമത്തെ ഭാഗത്ത് മെട്രിക്സ് ക്വാണ്ടിഫയർ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഫോമും ആയിരിക്കും. അത് പ്രീനെക്സ് നോർമൽ ഫോം ആയിരിക്കും. ഇനി അടുത്തത് തൊട്ട് മുമ്പ് എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ കൺവേർട്ടിങ് ഇൻ ടു CNF ആണ്. CNF എന്ന് പറയുമ്പോൾ കൺജക്റ്റീവ് നോർമൽ ഫോമാണ്. ആൻഡ് ഓപ്പറേറ്റേഴ്സ് കൊണ്ട് ലിറ്ററൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഫോർ ഓൾ വാല്യൂസ് ഓഫ് വൈ എഴുതി. ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് ഇവിടെ ഈ ഒരു ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രെഡിക്കേറ്റിനെ ഓർ ബ്രാക്കറ്റിനുള്ളിലുള്ള ആദ്യത്തെ പ്രെഡിക്കേറ്റ് ആൻഡ് വീണ്ടും ഒന്നാമത്തെ പ്രെഡിക്കേറ്റ് ഓർ ബ്രാക്കറ്റിനുള്ളിലുള്ള രണ്ടാമത്തെ പ്രെഡിക്കേറ്റ് അങ്ങനെ എഴുതാം. അതനുസരിച്ച് ഇവിടെ ഫോർ ഓൾ വാല്യൂസ് ഓഫ് വൈ ഫസ്റ്റ് പ്രെഡിക്കേറ്റ് പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആർ. ഇവിടെ നെഗേഷനുണ്ട്, അത് എല്ലായിടത്തും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് CNF ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ക്വാണ്ടിഫയേഴ്സിനെ എല്ലാം റിമൂവ് ചെയ്യാം. അതായത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിനെ റിമൂവ് ചെയ്യാൻ മതിയാവും. പ്രത്യേകിച്ച് സ്റ്റെപ്സ് ഒന്നുമില്ല. കാരണം ഇതിനകത്തുള്ള വേരിയബിൾസ് എല്ലാം തന്നെ എല്ലാ എലമെൻറ്റിനും ആപ്ലിക്കബിളാണ്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആയതുകൊണ്ട് എല്ലാ വേരിയബിൾസും എല്ലാ എലമെൻറ്റ്സിനും ആപ്ലിക്കബിൾ ആയതുകൊണ്ട് ഏതൊരു പോയിൻറ്റിലും നമുക്ക് ഏതൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിനെ നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് റിമൂവിങ് കൺജങ്ഷൻസ്. കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ ആൻഡ് ഓപ്പറേഷൻ വരുന്നിടത്തെല്ലാം നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇത് ഓർ ഓപ്പറേഷനുള്ള ഒരു ലിറ്ററലാണ്, ഇത് ഓർ ഓപ്പറേഷനുള്ള ലിറ്ററലാണ്, അല്ലെങ്കിൽ ഡിസ്ജങ്ഷൻ ഓഫ് ലിറ്ററൽസ് ആണ്. ഇതും ഡിസ്ജങ്ഷൻ ഓഫ് ലിറ്ററൽസ് ആണ്. ഇങ്ങനെ ഡിസ്ജങ്ഷൻ ഓഫ് ലിറ്ററൽസിനെ ആൻഡ് ഓപ്പറേഷൻ വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വെച്ച് നമുക്ക് ഈ ആൻഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് നമുക്ക് ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് ഇൻഫർ ചെയ്യാം. അതനുസരിച്ച് ഇതും രണ്ട് സെപ്പറേറ്റ് ക്ലോസസ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ലിറ്ററൽ എന്ന് പറയുന്നത് ഡിസ്ജങ്ഷൻ ഓഫ് ലിറ്ററൽസ് ആണ്. ഒന്നാമത്തെ ക്ലോസും രണ്ടാമത്തെ ക്ലോസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ കംജങ്ഷൻസ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ക്ലോസസ് ആയിട്ട് കിട്ടും. ഇത്തരത്തിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ക്ലോസൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഇൻഫറൻസ് റൂൾസും അതുപോലെ തന്നെ കൺവേർഷൻ ടു ക്ലോസൽ ഫോമാണ് പഠിച്ചത്. അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രെഡിക്കേറ്റ് കാൽക്കുലസിൽ തിയറം പ്രൂവിങ് എങ്ങനെയാണെന്ന് പഠിക്കും. അതോടൊപ്പം തന്നെ തിയറം പ്രൂവിങ്ങിൻ്റെ 1-2 എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. താങ്ക് യു.